സെക്കൻഡ് ഇയർ ബയോളജി സ്റ്റുഡൻസ് പരീക്ഷ എഴുതാനായിട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എന്ന് അറിയുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 4 പാർട്ടായിട്ട് അവതരിപ്പിക്കുന്ന ഈ ചോദ്യങ്ങളിൽ ആദ്യത്തെ 2 ലെസൺസിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്നായി പ്രയോജനപ്പെടുത്തുക. റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ എഴുതിയതിന് ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. ആദ്യമായി ഒന്നാമത്തെ ലെസണിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഒബ്സർവ് ദി ഫിഗേഴ്സ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദി ഓർഗാനിസംസ് ആൻഡ് ദെയർ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ആൻസർ: എ ഈസ് സൂസ്പോർസ് ഓഫ് ക്ലാമിഡോമോണസ്, ബി ഈസ് കൊണീഡിയ ഓഫ് പെനിസിലിയം. ഇതിനകം തന്നെ നിങ്ങൾക്ക് ഈ പടങ്ങൾ വ്യക്തമായി മനസ്സിലായി കാണും. ഒന്നാമത്തെ പടം ക്ലാമിഡോമോണസിൻ്റെ സൂസ്പോർസ് ആണെന്നും രണ്ടാമത്തേത് പെനിസിലിയത്തിൻ്റെ കൊണീഡിയ ആണെന്നും മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2: ഇൻ ഹണി ബീസ് ആൻഡ് ടർക്കി ന്യൂ ഓർഗാനിസംസ് ആർ ഫോംഡ് ത്രൂ എ പെക്യുലിയർ ഫിനോമിനൻ. നെയിം ദാറ്റ് ഫിനോമിനൻ. ആൻസർ ഈസ് പാർത്തനോജെനസിസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ പുതിയ ഓർഗാനിസം, ന്യൂ ഓസ്പ്രിങ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് പാർത്തനോജെനസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 3: ദി ക്രോമസോം നമ്പർ ഇൻ ദി മിയോസൈറ്റ് ഓഫ് ഹൗസ് ഫ്ലൈ ഈസ് 12 ആൻഡ് ദാറ്റ് ഓഫ് ഇറ്റ്സ് ഗാമീറ്റ് ഈസ് 6. റൈറ്റ് ദി റീസൺ ഫോർ ദി ചേഞ്ച് ഇൻ ക്രോമസോം നമ്പർ ഓഫ് മിയോസൈറ്റ് ആൻഡ് ഗാമീറ്റ്. ആൻസർ: Myocytes are always diploid, 2n number. Myocyte undergoes reduction division to form gametes. ഇത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ് ആണ്. 2 പോയിൻ്റ് എഴുതുന്നതിന് 2 മാർക്ക് ഉള്ള ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 4: ഇൻ കോക്കനട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സെപ്പറേറ്റ്. റൈറ്റ് ദി ടെക്നിക്കൽ ടേം ഫോർ ദി മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. റൈറ്റ് ദി കണ്ടീഷൻ ഓഫ് ദി ഫ്ലവർ. ഇതും 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ: ഫീമെയിൽ ഫ്ലവർ ഈസ് കോൾഡ് പിസ്റ്റിലേറ്റ് ഫ്ലവർ, മെയിൽ ഫ്ലവർ ഈസ് കോൾഡ് സ്റ്റാമിനേറ്റ് ഫ്ലവർ. പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ പിസ്റ്റിൽ മാത്രമായിട്ടുള്ള ഫ്ലവറാണ്. സ്റ്റാമിനേറ്റ് ഫ്ലവർ ഈസ് സ്റ്റേമൻ മാത്രമുള്ള ഫ്ലവേഴ്സ്. കണ്ടീഷൻ ഓഫ് ദി ഫ്ലവർ ഈസ് യൂണിസെക്ഷൽ. സോ ദി ഫ്ലവേഴ്സ് ആർ ഓൾവേസ് യൂണിസെക്ഷൽ. Question number 5: Observe the figures given below. Identify the gametes in A and B. Justify your answer. These are the figures of gametes. A. Homogametes or isogametes. B. Heterogametes. A refers or A indicates 2 gametes which are similar in appearance, and B gametes are: one is bigger, which is oval in shape, and the other one is very smaller, which is the male gamete. ഓരോ പോയിൻറ്റിന് അര മാർക്ക് വെച്ച് 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6: അമീബ ഈസ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം ദാറ്റ് റീപ്രൊഡ്യൂസസ് ത്രൂ ഡിഫറെൻറ്റ് വേയ്സ്. എ. നെയിം ദി മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് an amoeba divides into 2 halves and each half rapidly grows into an adult. B. Explain sporulation in amoeba. Answer: A question binary fission. 1 മാർക്കാണ് ഈ പോയിൻറ്റിന്. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം: ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ അമീബ വിത്ഡ്രോസ് ഇറ്റ്സ് സ്യൂഡോപോഡിയ ആൻഡ് സെക്രീറ്റ്സ് എ സിസ്റ്റ്. ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ സിസ്റ്റഡ് അമീബ ഡിവൈഡ്സ് ടു ഫോം pseudopodiospores. Cyst walls burst out. Spores are liberated in the surrounding medium and is called sporulation. Sporulation പ്രോസസ്സ് എഴുതുന്നതിന് 1 മാർക്ക്. മൊത്തം 2 മാർക്ക്. Question number 7. Match the items of column A with B. Column A is having A. Offset, B. Bulb, C. Rhizome, D. Adventitious leaf buds. B column is having ginger, agave, onion, water hyacinth and bryophyllum. 4 ചോയ്സുകളും 4 പെയറുകളും
കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്. ഇത്തരം ചോദ്യം നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ ചെയ്യാൻ അറിയാമായിരിക്കും. ഇപ്പോൾ ഓഫ്സെറ്റ് ഈസ് ഫോർ വാട്ടർ ഹയാസിന്ത്, ബൾബ് ഈസ് ഫോർ ഒനിയൻ, റൈസോം ഫോർ ജിഞ്ചർ ആൻഡ് അഡ്വൻറ്റീഷ്യസ് ലീഫ് ബഡ്സ് ഫോർ ബ്രയോഫിലം. Question number 8. Identify the correctly matched pair. A. Chlamydomonas conidia. B. Sponge zoospore. C. Hydra bud. ഇതിൽ കറക്റ്റ് മാച്ചിങ് പെയർ ഹൈഡ്രയുടെ ബഡ് ആണ് എന്ന് നമുക്കറിയാം. 1 മാർക്കിൻ്റെ ചോദ്യം. 2 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം. Question number 9. Analyze the table given below and fill in the blanks. 4 fill up the blanks അടങ്ങിയിട്ടുള്ള 3 കോളങ്ങളുള്ള ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. എ കോളത്തിൽ എ ഡാഷ്, ബി മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ സെയിം ഓർഗാനിസം. സി ഈസ് ആൻ എക്സാമ്പിൾ വിച്ച് ഈസ് ലീച്ച്. രണ്ടാമത്തെ ചോദ്യം പാർത്തനോജെനസിസ്. ബി ഡാഷ് റോട്ടിഫർ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. മൂന്നാമത്തെ ചോദ്യം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ബി കോളം ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദി ബോഡി. സി ഈസ് ഡാഷ്. നാലാമത്തെ ചോദ്യം ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഡി ഡാഷ്, എക്സാമ്പിൾ മാമൽസ്. ആൻസർ എ ഹെർമാഫ്രോഡൈറ്റ് ഓർ ബൈസെക്ഷൽ. ബി ഫീമെയിൽ ഗാമീറ്റ് ഡെവലപ്സ് ഇൻ ടു ന്യൂ ഓർഗാനിസം വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. സി മെജോറിറ്റി ഓഫ് ആൽഗെ, ഫിഷസ്, ആംഫീബിയൻസ്, അവിടെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡി ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദി ബോഡി. 10ാമത്തെ ചോദ്യം ദി ചാൻസസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺസ് ഈസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ് ദാൻ ഓവിപാരസ് ഓർഗാനിസംസ്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ ഇൻ വിവിപാരസ് ഓർഗാനിസംസ് ദി സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു യങ് വൺ inside the body of the female organism. So proper embryonic care and protection will be getting for these new young ones. Question number 11. In some organisms, male and female reproductive organs are seen in the same individual. Name that condition. Give 2 examples of such organisms. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. They are called hermaphrodites or bisexual organisms. Example earthworm, leech or tapeworm or sponge. ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതിയാൽ മതി. Question number 12. Name of certain plants and their vegetative propagules are given below. Make correct pairs using them. Options: agave, offset, ginger, bulb, bulbil, water hyacinth, potato, bryophyllum, rhizome, onion. Answer: agave, bulbil, ginger, rhizome, water hyacinth, offset, onion, bulb. 2 മാർക്കിൻ്റെ ചോദ്യം. Question number 13. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. Choose the correct answer. Chlamydomonas reproduces asexually through gemmules, conidia, bud, zoospores. Answer is zoospores. Question number 14. In Markhansia, male and female thallus are separate. This condition is called A. Dioecious, B. Hermaphrodite, C. Monoecious, D. Bisexual. Answer: Dioecious. ഇത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. Question number 15. Find the odd one. Bulbil, bulb, rhizome, stem, tuber. Answer is bulbil. All others, bulb, rhizome, stem, tuber are underground stems. 1 മാർക്കിൻ്റെ ചോദ്യം. Question number 16. Gametogenesis and gamete transfer are the 2 pre-fertilization events. Write the differences between the 2. Answer: gametogenesis. The process of formation of gametes is called gametogenesis. 1 mark. Gamete transfer of male gamete to the female gamete is called gamete transfer, which is also carrying 1 mark. Total 2 marks. Question number 17. Based on the nature of reproduction, organisms are classified as continuous breeders and seasonal breeders.
Write the differences between the two. Answer. Continuous breeders are reproductively active throughout their reproductive phase. Seasonal breeders are reproducing only during favorable seasons in their reproductive phases. 2 മാർക്കിൻ്റെ ചോദ്യം. Question number 18. Observe the relationship between the first two terms and fill in the blanks. A. Hydra bud dash gemmule. B. Birds internal fertilization dash external fertilization. Answer. For A question, gemmule is for sponge, and B question, algae or fishes or amphibians. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. മൊത്തം 2 മാർക്ക്. Question number 19. Fertilization in some organisms occur outside the body. Name that kind of fertilization. Write its disadvantage. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ ഈസ് external fertilization. Disadvantage is young ones are extremely vulnerable to predators. Question number 20. The offspring formed by asexual reproduction is referred to as clone. Justify this statement. Answer. Offsprings are morphologically and genetically similar individuals of the same parent, so that we referred them as clones. They are exact copies of their parents. 2 marks. ചാപ്റ്റർ 2 ആയിട്ടുള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ്. Question 1. Apple and mango are fruits, but they are formed in different ways. How are they formed? Answer. Apple is a false fruit. Thalamus contributes to the fruit formation in apple. In mango, but it is a true fruit. The fruit is formed entirely from the ovary. 2 marks question. Question number 2. Observe the figure given below. Label the parts A, B, C and D. Answer. It is the picture of an ovule. Labels: A. Micropyle, B. Embryo sac, C. Nucellus, D. Chalasa or chalasal pole. ഓരോ ലേബലിങ്സിനും 1/2 മാർക്ക് വെച്ച് മൊത്തം 2 മാർക്ക്. Question number 3. The embryo sac development in majority of flowering plants is monosporic development. Explain this type of embryo sac development. Answer. A single megaspore mother cell, that is MMC, of the nucellus differentiates in the ovule. MMC undergoes meiosis to form 4 megaspores. 1 megaspore becomes functional, while the other 3 degenerate. The functional megaspore develops into embryo sac. ഇവിടെ ഒരു മെഗാസ്പോർ മാത്രമാണ് എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരം എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റിന് പറയുന്ന പേരാണ് മോണോസ്പോറിക് എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റ്. 2 മാർക്ക്. Question number 4. The synergids have special cellular thickenings. Name the thickenings and write its function. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ. The filiform apparatus. Function. They are guiding the pollen tube into the synergid. Question number 5. Self-incompatibility and dioecious condition are 2 devices for discouraging self-pollination in plants. Explain the 2. Answer. Self-incompatibility. Genetic mechanism that prevents self-pollen from fertilizing the egg by inhibiting pollen germination in the pistil. Dioecious condition is the male and female flowers are present on different plants. 2 മാർക്കിൻ്റെ ചോദ്യം. Question number 6. Observe the flow chart given below. Fill in the blank 1 and 2. Write the relevance of the process indicated as 1. The flow chart shows selection of parents, emasculation, 1, 2, rebagging. Answer. Column 1 is bagging,
Colon 2. Artificial pollination. Answer 1. Bagging is done to prevent contamination of stigma with the unwanted pollen grains from other plants. 2 marks question. Question number 7. Choose the correctly matched pair. A. Coleorrhiza, hollow foliar structure. B. Perisperm, remnants of nucellus. C. Proembryo, mature embryo. The answer is B. Perisperm, remnants of nucellus. 1 mark. Question number 8. Geitonogamy and xenogamy are two types of pollinations. Differentiate between the two. Answer. Geitonogamy. Transfer of pollen grains from anther to the stigma of another flower of the same plant. Xenogamy is cross-pollination, in which transfer of pollen grains from anther to the stigma of different plant of the same species. 2 marks question. Question number 9. The innermost wall layer of microsporangium is tapetum. It is multinucleate. Justify this statement. Answer. The tapetum nourishes the developing pollen grains. So it is a nutritive tissue. Question number 10. Peculiarities of two types of seeds are given below. Identify the two types of seeds and give example for each. 1. Endosperm completely used by embryo. 2. Endosperm not completely used by embryo. Answer. 1. Non-albuminous or ex-albuminous. Example pea, groundnut, etc. 2. Albuminous seeds. Example wheat, maize, barley, castor, etc. 2 marks. Question number 11. The embryo of monocotyledons and dicotyledons show differences in structure. Explain the structure of dicot embryo. Answer. A dicot embryo has an embryonal axis. It has two cotyledons. The portion of embryonal axis above the level of cotyledons is the epicotyle. This terminates in the plumule. The cylindrical portion below the level of cotyledons is hypocotyle. This terminates at its lower end in the radicle. ഇത് 3 മാർക്കിനുള്ള ചോദ്യമാണ്. ഓരോ പോയിന്റിന് അര മാർക്ക് വെച്ച് 6 പോയിന്റ്സ് എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 12. അനലൈസ് ദി ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. 3 കോളങ്ങളുള്ള 3 ചോദ്യങ്ങൾ അടങ്ങിയ ഫിലപ്പ് ദി ബ്ലാങ്ക്സ് എ, ബി, സി, ഡി 4 ഫിലപ്പ് ദി ബ്ലാങ്ക്സ് അടങ്ങിയ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാൾസ് ഫ്രൂട്ട് dash A, apple. Second question, dash B, fruit developed from the ovary through fertilization, orange. Question 3, dash C, fruit developed without fertilization, dash D. Answer. A, thalamus also contributes to fruit formation. B, true fruit. C, parthenocarpy. And D, banana. This question carries 2 marks. Question number 13. Occurrence of more than one embryo in a seed is called polyembryony. A. Give 2 examples of polyembryony. B. How does polyembryony occur? Examples are citrus and mango. Answer to B question. Some of the nucellar cells surrounding the embryo sac start dividing. They protrude into the embryo sac and develop into embryos. ഇതും ഒരു 3 മാർക്കിനുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ചൂസ് ദി കറക്റ്റ് ആൻസർ. ദി ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ദാറ്റ് നറിഷസ് ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ഈസ് എ. എൻഡോത്തീഷ്യം, ബി. ടപ്പീറ്റം, സി. മിഡിൽ ലെയേഴ്സ്, ഡി. എപ്പിഡെർമിസ്. ആൻസർ ഈസ് ബി. ടപ്പീറ്റം. 1 മാർക്ക് ക്വസ്റ്റ്യൻ. Question number 15. A typical angiosperm embryo sac at maturity is A. 7 nucleate 8 celled, B. 8 nucleate 8 celled, C. 7 nucleate 7 celled, D. 8 nucleate 7 celled. Answer is D. 8 nucleate 7 celled. This question carries 1 mark. Question number 16.
The process of formation of fruits without fertilization is called A. Parthenogenesis, B. Parthenocarpy, C. Apomixis, and D. Autogamy. Answer is B. Parthenocarpy. Question number 17. Observe the figure given below and explain its structure. തന്നിരിക്കുന്ന ചിത്രം ഒരു പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ ആണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതുന്നു. Pollen grain has a two-layered wall. The hard outer layer called exine. Exine has prominent apertures called germ pores. The inner wall is called intine. Pollen grain has two cells, a large vegetative cell and a small generative cell. A 3 marks question. Question number 18. Peculiarities of certain parts of the ovule are given below. Name the parts. A. Protective envelope of the ovule. B. Stalk of the ovule. C. The layer of cells within the integuments. D. Junction between ovule and funicle. Answer. A. Integuments. B. Funicle. C. Nucellus. And D. Hilum. 2 marks question. Question number 19. Mature pollen grain has a vegetative cell and a generative cell. Write the peculiarities of the two cells. Answer. Vegetative cell, which is bigger, abundant food reserve, large, irregularly shaped nucleus. And generative cell is small, floats in the cytoplasm of vegetative cell. Generative cell is spindle shaped and it has dense cytoplasm and a nucleus. 3 marks question. Question 20. Endosperm develops from the primary endosperm nucleus. Explain the process of endosperm development. Answer. The primary endosperm nucleus undergoes successive nuclear divisions to give rise to free nuclei. The cell wall formation occurs and becomes cellular. 2 marks question. Question number 21. Wind is an abiotic agent that helps in pollination. Write any 6 features of wind pollinated flowers. Answer. Pollen grains are light, non-sticky pollen grains, well exposed stamens, large feathery stigma, single ovule in each ovary, numerous flowers packed into inflorescence. This is a 3 marks question. Question number 22. Geitonogamy is similar to autogamy. Justify this statement. Answer. In geitonogamy, pollen grains come from the same plant as in autogamy. This is a 1 mark question. Question number 23. Observe the diagram given below. A. Copy the diagram and label antipodals and synergids. B. Explain double fertilization. തന്നിരിക്കുന്നത് ഒരു എംബ്രിയോ സാക്കിൻ്റെ പടമാണ്. അത് കോപ്പി ചെയ്യുക, ലേബൽ ചെയ്യുക. മുകളിലുള്ള 3 സെൽസ് ആൻറ്റിപോഡൽസ്, താഴെയുള്ള 2 സെൽസ് സൈനർജിഡ്സ്. Now the answer to the question, double fertilization. One of the male gametes fuses with the egg cell to form a diploid zygote. This is called syngamy. The other male gamete fuses with the polar nuclei to form primary endosperm nucleus. This is called a triple fusion. Thus, the 2 types of fusion occur in the embryo sac, namely syngamy and triple fusion, called double fertilization. ഇത് ഒരു 3 മാർക്കിനുള്ള ചോദ്യമാണ്. Question number 24. Observe the relationship between the first 2 terms and fill in the blanks. A. Exine sporopollenate, indane dash. B. Pistils fused syncarpus, pistils free dash. C. Zygote 2n, endosperm dash. Answer. A. Cellulose and pectin are used for the making up of indane. B question. If the pistils are free, we call it as apocarpus gynoecium. And C. Zygote 2n, but the endosperm is 3n. 3 മാർക്കിൻ്റെ ചോദ്യം. Question number 25.
Find the odd one. Hilum, funicle, indane, integuments. The odd one is indane. All other parts are the parts of an embryo sac. 1 mark. Question number 26. Apomixis is an asexual form of reproduction that mimics sexual reproduction. Substantiate this statement. Answer. In apomixis, seeds are produced without fertilization. Hence, it is asexual. By retaining the seed habit, it mimics sexual reproduction. 2 marks question. Question number 27. There is no fertilization process in both parthenocarpy and apomixis. How one differs from the other? Cite an example for each process. In parthenocarpy, seedless fruits are formed without fertilization. Example, banana. But in apomixis, seed habit is retained without fertilization. Example, Asteraceae family members, grasses, etc. 2 marks question. ഇനി നടക്കാനിരിക്കുന്ന ആനുവൽ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നന്നായി പഠിക്കുക. നന്നായി വരട്ടെ. Subscribe Tagus Science World for more videos.